ഇനി ജമ്മു കശ്മീരിൽ വലിയ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയിരിക്കുന്നു. ദ്രോഗ രക്തസാക്ഷി ദിനത്തിൽ ആദരമർപ്പിക്കാനെത്തിയ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയെ പോലീസ് തടഞ്ഞു. ഇതോടെ മതിൽ ചാടിക്കടന്നാണ് മുഖ്യമന്ത്രിയും സംഘവും ആദരമർപ്പിച്ചത്. 1931 ദോഗ്ര വെടിവെപ്പിൽ കൊല്ലപ്പെട്ട 22 പേരുടെ ശവകുടീരത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാനാണ് മുഖ്യമന്ത്രി എത്തിയത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അനൂപ് ദാസ് വിവരങ്ങളുമായിട്ടുണ്ട്. അനൂപ്, ഇത്തരത്തിൽ രക്തസാക്ഷി ദിനം ആചരിക്കുന്നതിൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന ഈ എതിർപ്പുകളെ, പ്രതിഷേധങ്ങൾക്കെതിരെ ഒമർ അബ്ദുള്ള നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു. അതിനാടകീയമായി, അതായത് മുഖ്യമന്ത്രിക്കാണ് ഇത്തരത്തിൽ മതിൽ ചാടിക്കടന്ന് പ്രവേശിക്കേണ്ടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അതെ, 1931 ദോഗ്ര വെടിവെപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 22 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. അതിനുശേഷം ജമ്മു കാശ്മീർ രക്തസാക്ഷിത്വ ദിനമായിട്ടാണ് ഈ ദിനം അവിടുത്തുകാർ കൊണ്ടാടി വന്നിരുന്നത്. പൊതു അവധിയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ദിവസത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ അവരെ അടക്കം ചെയ്ത സ്ഥലങ്ങളിലേക്ക് പോവുകയായിരുന്നു മുഖ്യമന്ത്രി മാത്രമല്ല, PDPയുടെയും നാഷണൽ കോൺഫറൻസിൻ്റെയും CPMൻ്റെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും എല്ലാം നേതാക്കൾ ഈ ദിവസത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നതാണ്. പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം, അത് നാഷണൽ കോൺഫറൻസിൻ്റെ ആണെങ്കിൽ PDPയുടെ ആണെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ വീട്ടുതടങ്കലിലാക്കിയിട്ടുണ്ട് പോലീസ്. എന്നാൽ മുഖ്യമന്ത്രിയെ വീട്ടുതടങ്കലിലാക്കിയിരുന്നില്ല. മുഖ്യമന്ത്രി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ, ഈ സ്ഥലത്തേക്ക് എത്താനാകുമ്പോൾ അദ്ദേഹത്തെ തടയുകയായിരുന്നു. എന്നാൽ തടഞ്ഞതൊന്നും വകവെക്കാതെ അദ്ദേഹം മുന്നോട്ട് തന്നെ പോവുകയും അതിൻ്റെ കൂടെ തന്നെ പോലീസും സഞ്ചരിച്ചു. എന്നാൽ അതും കഴിഞ്ഞ് മുന്നോട്ട് സഞ്ചരിക്കാൻ പോലീസ് അനുവദിച്ചില്ല. അപ്പോഴാണ് നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്ന പോലെ സംഭവിച്ചത്. അദ്ദേഹം ഒരു മതിൽ ചാടിക്കടക്കുന്നു, ഈ ശവകുടീരമുള്ള സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെയും പോലീസ് തടയാൻ ശ്രമിച്ചിരിക്കുന്നു. എന്തായാലും മുസ്ലിങ്ങളാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് രക്തസാക്ഷിത്വ ദിനം പോലും കൊണ്ടാടാൻ അനുവദിക്കാത്ത തിരഞ്ഞെടുക്കപ്പെടാത്ത സർക്കാർ, കേന്ദ്ര സർക്കാരിനെ കുറിച്ചാണ് പറഞ്ഞത്. തിരഞ്ഞെടുക്കപ്പെടാത്ത സർക്കാരിൻ്റെ നടപടിയെ രൂക്ഷമായി വിമർശിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു.